തങ്ങൾക്ക് വാഫക്കി തങ്ങൾക്ക് എട്ടോ 9 മക്കളുണ്ട്. ബാബയ്ക്ക് തങ്ങളുടെ ഈ 8 മക്കളിലും അതിൽ ഒരു മകനുണ്ട്. ആ മഹാപാവത്തിനെ ചാക്കിലിട്ടുകണ്. ബാക്കി വാഫക്കി തങ്ങളുടെ 7 മക്കളും ബാക്കിയുള്ള മുഴുവൻ മക്കളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ സജീവമാണ്. അവരുടെ പേര് വിവരങ്ങൾ അടക്കം വെളിപ്പെടുത്താൻ നമ്മൾ തയ്യാറാണ്, നിഷേധിക്കുകയാണെങ്കിൽ. പിന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയുടെ കുടുംബം, ശംസുൽ ഉലമക്ക് ശംസുൽ ഉലമന്റെ ആൺമക്കളാരും മുസ്ലിംമാരായിട്ട് മൂല്യന്മാരായിട്ട് ആരുമില്ല. അവർ നാടന്മാരാണ്. അവര് ആ ലെവലിൽ ജീവിക്കുന്നു. അവരാരും AP വിഭാഗത്തിലല്ല. പിന്നെ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ഒരു പേരക്കുട്ടിയുണ്ട്, EK അബൂബക്കർ ഹുദവി. അദ്ദേഹം ഇന്ന് എവിടെയാണ്, തുർക്കിയിലാണ്. തുർക്കിയിൽ ഉപരിപഠനത്തിന് വേണ്ടി തുർക്കിയിലേക്ക് ദാറുൽ ഹുദയിൽ നിന്ന് തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സജീവ പ്രവർത്തകനാണ്. EK അബൂബക്കർ ഹുദവി ഷെയ്ഖുന ശംസുൽ ഉലമയുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹം ഇന്നും സമസ്തയിൽ വളരെ സജീവമാണ്. മൂല്യരായിട്ട് ശംസുൽ ഉലമയുടെ കുടുംബത്തിൽ മൂല്യരായിട്ട് മൂപ്പരേ ഉള്ളൂ. മൂപ്പര് സമസ്തയിലുണ്ട്. പിന്നെ നാടന്മാരായ ആൾക്കാരൊക്കെ കൂടെ മുഷാവറിയിൽ ഉണ്ടാവില്ലല്ലോ. കണ്ണിയത്തുസ്താദിന് 2 മക്കളുള്ളത് ആ മക്കളായിട്ട്. ഇപ്പം മക്കൾ വേറെയുണ്ട്. കണ്ണിയത്തുസ്താദിന്റെ 2 മക്കളില് അന്തള്ളൊരു മകനുണ്ട്, ഒരു മാനസിക രോഗിയുണ്ട്. അതിൽ ആ അന്തള്ള മകൻ സമസ്തയിലാണ്, മാനസിക രോഗി ആയിരുന്നു. പിന്നെ അയാളെ കണ്ണിയത്തുസ്താദിനെ കൊണ്ടെടുക്കണ മാതിരി കൊണ്ടെടുക്കാൻ അയാളെ പറ്റില്ലല്ലോ. അയാളെ അപ്പോൾ AP ചാക്കിലിട്ടു. അയാൾ കുറച്ച് പൈസ കിട്ടിയപ്പോൾ അയാൾ 1-2 വേദിയിൽ കയറിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. നമ്മൾ വെല്ലുവിളിക്കാണ്. അയാൾ AP വിഭാഗത്തിൽ സജീവമാണെങ്കിൽ അയാൾക്ക് പരസ്യമായി മൈക്ക് കൊടുത്ത് പ്രസംഗിപ്പിക്കാൻ 1 മണിക്കൂർ മൈക്ക് അയാളെ കൊണ്ട് മാത്രം 1 മണിക്കൂർ വലിയൊരു സദസ്സിൽ പ്രസംഗിപ്പിക്കാൻ അവർക്ക് തൻ്റെ ഇടണ്ടോ എന്ന് നമുക്ക് അവരെ വെല്ലുവിളിക്കാം. കാരണം പന്നിപ്പാറയിൽ അയാൾ പ്രസംഗിച്ചപ്പോൾ ആൾ പറഞ്ഞത്, എൻ്റെ പാപ്പ 1926 ഉണ്ടാക്കിയ സമസ്തയിൽ എൻ്റെ ഒപ്പമല്ലായിരുന്നു, 1921 ഉണ്ടാക്കിയ സമസ്തയിലാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതെന്ന് അയാൾ പറഞ്ഞത്. അപ്പോൾ ഇത്രേ അയാൾക്ക് അന്തമുള്ളൂ. അയാൾ 1-2 വേദിയിൽ വല്ലത് പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണ്. അയാളിപ്പോൾ ഓല വിഭാഗത്തിലുണ്ടെന്ന് അയാൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വേദി കൊടുത്ത് അവരൊരു 10-15 സ്ഥലത്ത് പ്രസംഗിപ്പിക്കട്ടെ തൻ്റെ ഉണ്ടെങ്കിൽ. പിന്നെ കണ്ണിയത്തുസ്താദിന്റെ മറ്റൊരു മകനുണ്ട്, അന്തള്ളൊരു മകൻ, ഉഷാറാണ്. അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സജീവ പ്രവർത്തകനായി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ കാളമാടി ഉസ്താദിന്റെ മക്കളാണ്. കാളമാടി ഉസ്താദിന്റെ ഏത് മകനാണ് AP വിഭാഗത്തിലുള്ളതെന്നുണ്ടെങ്കിൽ അവർ വ്യക്താക്കട്ടെ, പേര് വിവരം വ്യക്താക്കട്ടെ, ബാക്കി മറുപടി പിന്നെ. പിന്നെ ചെറുശ്ശേരി ഉസ്താദിന്റെ മരുമകനാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ മരുമകൻ എന്ന് പറഞ്ഞാൽ ചെറുശ്ശേരി ഉസ്താദിന്റെ രക്തം എന്നല്ല അതിന്റെ അർത്ഥം. മരുമകൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ മകളെ കെട്ടിയ ആൾക്കാണ് മരുമകൻ എന്ന് പറയാറുള്ളത്. മരുമകൻ ചെറുശ്ശേരി ഉസ്താദിന്റെ മകനല്ല, അത് മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം ആലുവ തുരീഖത്തിലുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ചെറുശ്ശേരി ഉസ്താദിന്റെ മരുമകനല്ല സമസ്തന്റെ സെക്രട്ടറി. സമസ്തന്റെ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദാണ്. ചെറുശ്ശേരി ഉസ്താദ് ആലുവ തുരീഖത്ത് പോയിട്ടൊന്നുമില്ലല്ലോ. ചെറുശ്ശേരി ഉസ്താദ് ഇപ്പോൾ സമസ്തയിൽ തന്നെയല്ലേ. പൊട്ടത്തരം വിളിച്ചു പറയരുത്. അങ്ങനെയാണെങ്കിൽ AP വരുവാൻ എവിടെ? AP വരുവാൻ സമസ്തയിലല്ലേ. AP മകളെവിടെ? അബ്ദുൽ വാരിന്റെ ഭാര്യ സമസ്തയിലല്ലേ. സ്വന്തം മകൾ വരെ സമസ്തയിലാണ്. അപ്പോ അതിലൊന്നും വലിയ കഴമ്പൊന്നുമില്ല. ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് എവിടെയുള്ളത്? ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് എവിടെയുള്ളത്? ഷെയ്ഖുന ശംസുൽ ഉലമ എവിടെയുള്ളത്? ബാഫഖി തങ്ങൾ എവിടെയുള്ളത്? അതേപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ് എവിടെയുള്ളത്? ഇവരുടെ മക്കളായി എന്ന പ്രത്യേകതയാണ് ഇനിയിപ്പോ ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ പെട്ടു എന്നുള്ള പ്രത്യേകതയാണ്. എന്താണ് ആ പ്രത്യേകത? ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കല്ല അതിന് സമസ്തന്റെ അനുഭാവികൾ പ്രത്യേകത കൊടുക്കുന്നത്. ഇവർക്കാണ് പ്രത്യേകത കൊടുക്കുന്നത്. ശംസുൽ ഉലമക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കണ്ണിയത്ത് ഉസ്താദിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വാഫഖി തങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കണ്ണിയത്ത് ഉസ്താദിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെറുശ്ശേരി ഉസ്താദിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരൊക്കെ ഇന്നും അന്നും എന്നും സമസ്തന്റെ കൂടെയാണ്. ഓക്കെ.